എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ജീരകം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ സ്ഥിരമായിട്ട് കറികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ജീരകം ഇട്ട് നമ്മൾ വെള്ളം കുടിക്കാറൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ചെറിയ ജീരകം, കുമിൻ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജീരകം നമ്മൾ കഴിക്കുന്നത്, ഡയറക്റ്റ് കഴിക്കുന്നത് നമ്മൾ ഒത്തിരി അസുഖങ്ങൾക്ക് കൂടി വളരെ എഫക്റ്റീവാണ്. അതിലൊന്ന് പ്രധാനമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ്, അതായത് ഫാറ്റിനെ അലിയിച്ച് കളയാനായിട്ട് കൂടി സാധിക്കുന്നതാണ് ഇതിന്. അപ്പോൾ പ്രത്യേകിച്ച് വെയിറ്റ് കുറയ്ക്കാനായിട്ടൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് നമുക്കിത് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് നമുക്ക് ദഹന സംബന്ധമായിട്ട്, പ്രത്യേകിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗ്യാസ് ട്രബിൾ ഉള്ള ആൾക്കാർക്ക് നമുക്ക് വയറ് പെരുകിയിരിക്കുന്ന പോലൊരവസ്ഥ, അതുപോലെ തന്നെ നമുക്കൊരു ബ്ലോട്ടിംഗ് വയറിന് തോന്നുക, പിന്നെ നമുക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഡയറിയ അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാകുക, നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ വയറിനൊരു എരിച്ചിലുണ്ടാകുക, ഇങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് നമുക്ക് സ്ഥിരമായിട്ടിത് ഒരു സ്പൂൺ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകളെ, നമ്മുടെ ജോയിന്റ്സിലൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ, നീർക്കെട്ടിനെയൊക്കെ കുറയ്ക്കാനായിട്ട് കൂടി സാധിക്കുന്നതാണ്. ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി കൂടി ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കമില്ല, ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ ഉണരുന്നു, ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്കും നമുക്കിത് സ്ഥിരമായിട്ട് ഒരു സ്പൂണ് കഴിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഇത് നമ്മുടെ ശരീരത്തിലുള്ള ബാഡ് കൊളസ്ട്രോളിനെ, ചീത്ത കൊളസ്ട്രോളിനെ ഒക്കെ കൂടി കുറയ്ക്കാനായിട്ട് കൂടി സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറിനിപ്പം ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കൂടി നമുക്ക് ജീരകം സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ചും നമുക്ക് ഈ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു സ്പൂൺ ജീരകമായിട്ട് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലൊരു സ്പൂൺ ജീരകം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ സ്പൂൺ ജീരകം ഇട്ടിട്ട് ഒരു പകുതി ലെമണും അതുപോലെ തന്നെ കുറച്ച് കറുവപ്പട്ടയും ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പും കുറയും. അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കുന്ന കൂടി വളരെ എഫക്റ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, അയണുണ്ട്, ഫൈബറുണ്ട്, മെഗ്നീഷ്യം ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി നല്ലതാണ്. പ്രത്യേകിച്ച് ഇത് നമ്മുടെ മെമ്മറി ബൂസ്റ്ററും കൂടിയാണ്, ഓർമ്മയ്ക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും നമുക്ക് ജീരകം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ്, ഫാറ്റിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക്, കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാസിന്റെ പ്രശ്നം, നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും നമുക്ക് ഗ്യാസ് എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വയറിനൊരു വേദന, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഒരു സ്പൂൺ ജീരകം കഴിക്കാവുന്നതാണ്. അത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഈ പറഞ്ഞതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ ഒരു സ്പൂൺ ജീരകം എടുത്ത് വറുത്തിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് വേണമെങ്കിലും കുടിക്കാവുന്നതാണ്. അങ്ങനെ ഈ പല കണ്ടീഷൻസിൽ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് നമുക്ക് ഈ ജീരകം ഇട്ട് വെള്ളം കുടിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ പാല് കൊടുക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിലും നമുക്ക് ഈ ജീരകം ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്കൊരു 3-4 സ്പൂണൊക്കെ കുഞ്ഞു കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. ഗ്യാസിന് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഉറക്കത്തിന്റെ പ്രശ്നമുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ അമിതമായിട്ട് നീർക്കെട്ട് ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഈ ജീരകം ഇട്ട് വെള്ളം കുടിക്കാം. അതല്ലെങ്കിൽ ഒരു സ്പൂൺ ജീരകം ഡയറക്റ്റായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഈ പ്രശ്നങ്ങളുള്ള ആളുകൾ ഇത് സ്ഥിരമായിട്ടൊന്ന് കഴിച്ചു നോക്കുക. എന്നിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങൾ കമന്റ്സ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.